കണ്ടുകൊണ്ടിരിക്കുന്നത് ബർത്ത്ഡേ അന്ന് രാവിലെ ചെയ്യുന്ന പണികളാണ് കേട്ടോ. ഈ ഒരു പണിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ദിവസത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതോട് കൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന ഡിഫിക്കൽട്ടീസും അതേ പ്ലാനിങ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇവന്റ്സ് ഒക്കെ ചെയ്തിരുന്ന അതേ ക്വാളിറ്റിയിൽ ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്കും ഇത് എന്തായാലും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ആർച്ച് നിർമ്മിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആർച്ച് നമ്മൾ മണ്ണിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കമ്പി മണ്ണിൽ കുഴിച്ചിട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു PVC പൈപ്പ് എടുത്ത് അതിൽ വളച്ച് രണ്ടിലും ഇറക്കി വെച്ചു. അത് നമുക്ക് ആ അടിപൊളി ആർച്ച് സെറ്റ് ആയി കിട്ടി. ആദ്യം വെച്ച ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ അത് പൊട്ടിയിട്ടാണ് വന്നത്. നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ വെൽഡിംഗ് മെഷീൻ ഉള്ളതുകൊണ്ടും നമുക്ക് അത് ചെയ്യാൻ അറിയുന്നതുകൊണ്ടും നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് അത് വെൽഡ് ചെയ്ത് അപ്പം തന്നെ സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരും നിങ്ങൾ ആദ്യമേ ചിന്തിച്ചിട്ട് കുറച്ച് മുന്നേ ഓർഡർ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. പിന്നെ ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് വേറെ ഒന്ന് ഓർഡർ ചെയ്യാനും പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺസ് എല്ലാം ബ്ലോ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ബലൂൺസിൻ്റെ കാര്യം അറിയാലോ, തലേന്നേ ബ്ലോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് 400 ബലൂൺസ് ഒക്കെ ബ്ലോ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. അതിന് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതാണ് ഓട്ടോമാറ്റിക് ബലൂൺ ബ്ലോവർ മെഷീൻ കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സംഭവമാണ് കേട്ടോ. ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി കേട്ടോ. അത്രയും ബലൂൺസ് ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ഇപ്പം കുറേ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഓരോരോ ഷേപ്പിലും ഓരോരോ സൈസിലും ഒക്കെയാണ് കേട്ടോ ആവുന്നത്. അപ്പോൾ തീമിൻ്റെ ഒരു ഇൻസ്പോ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സൈസാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ പല ആൾക്കാർ നമ്മളിങ്ങനെ ഊതി വീർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പല സൈസിലായി പോയില്ലേ. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ഒരു യൂസ്ഫുൾ ഒരു മെഷീനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങട്ടോ. ഒരു 700 800 ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് എല്ലാ വർഷവും നമ്മൾ ബർത്ത്ഡേ ഒക്കെ നടത്തുമ്പോൾ എന്തായാലും ഒരു ബലൂൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നോർമൽ സംഭവമാണ്. പിന്നെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ആർച്ച് സെറ്റ് ചെയ്യുന്ന റിബൺ. ഈ ബലൂൺസ് ഒക്കെ നമുക്ക് മാനുവലി നമുക്ക് ടൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി എങ്ങനെ ടൈ ചെയ്യുമെന്നുള്ളത്. നൂല് വെച്ച് തന്നെ നമുക്ക് ടൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്തോ ഒരു എന്താ പറയുക ആ ഒരു സമയത്ത് എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു റിബൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബലൂൺസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്. അതുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്രയും പണി ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ലൈഫ് സേവറാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങാവുന്നുള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ബലൂൺ ആർച്ച് നിർമ്മിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാവയാണെങ്കിൽ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പണി ചെയ്തിട്ടില്ലേ പിന്നെ നടക്കൂല. കാരണം കുറച്ചുകൂടി സമയമേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതി ഞാൻ ചെയ്തു വെച്ചു. എന്നിട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു. എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടും കൂടി ഇല്ല. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ വന്നുകൊണ്ട് അവർക്ക് ഞാൻ എൻ്റെ പണി കൊടുത്തു. പിന്നെ ഏതൊരു പാർട്ടി നമ്മൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ബഡ്ജറ്റാണ് കേട്ടോ. ആ ബഡ്ജറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഹോം പാർട്ടിയാണോ അല്ലെങ്കിൽ ഹാളിൽ വെച്ചാണോ നടത്തുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലല്ലാതെ പുറത്ത് ഹാളിലോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ലൊക്കേഷനിലോ ആണ് നിങ്ങൾ പാർട്ടി നടത്തുന്നതെങ്കിൽ നിങ്ങളൊരു 2 വീക്സ് മുന്നെങ്കിലും പോയിട്ട് ബുക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ വീട്ടിലാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഹൈ ബഡ്ജറ്റ് അല്ല ലോ ബഡ്ജറ്റ് പാർട്ടിയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് ഗസ്റ്റ് ലിസ്റ്റ്. കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാണ്, സ്കൂൾ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരൻസ്, അല്ല നൈബേഴ്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരെയും ആരൊക്കെ വിളിക്കണം എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ആരും മിസ് ഔട്ട് ആവില്ല. ബലൂൺസ് ഒക്കെ കസിൻസിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വന്ന് താഴത്തേക്കാണ് കേട്ടോ. താഴെ നമ്മൾ ആദ്യം ഒരു ആർച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അതിൻ്റെ കർട്ടൻസ് ഒന്നും ഇട്ടിട്ടില്ല. താട്ടനാണെങ്കിൽ അതൊക്കെ റെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയ്യണ്ടേ നമുക്കെന്ന് പറഞ്ഞിട്ട് വേഗം വിളിച്ചുകൊണ്ട് വന്നേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേർട്ടൻ ഇടാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. എനിക്ക് ഹൈറ്റിൽ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരുന്നേ ഇല്ല. എറിഞ്ഞൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷേ സെറ്റ് ആവുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം അതെങ്ങനെയോ ഇട്ടു. അപ്പോഴാണ് കുറച്ച് റിലേറ്റീവ്സും കൂടെ വരുന്നത്. ആ വർക്കും കൂടെ അവർക്ക് കൈമാറി. കാരണം എനിക്ക് എത്തുന്നില്ലല്ലോ. അപ്പം എത്തുന്ന ആൾക്കാർ അത് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്.
അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പറയാം അല്ലേ. അങ്ങനെ അടുത്ത പോയിന്റ് വരുന്നത് പാർട്ടി തീമാണ്. പാർട്ടി തീം എന്ന് പറയുമ്പം കുട്ടികളൊക്കെയാണ് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ ചൂസ് ചെയ്തത് റെയിൻബോ ആണ് കേട്ടോ. റെയിൻബോ ആകുമ്പോൾ നമുക്ക് നല്ല കളർഫുള്ളും ആക്കാം, പിന്നെ അതിൽ പാസ്റ്റൽ കളേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്യൂട്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങളത് ചൂസ് ചെയ്തത്. പിന്നെ അതല്ലാണ്ട് ഭാവമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുണ്ടായത് റെയിൻബോ ഹോസ്പിറ്റലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് അത് ചൂസ് ചെയ്യാൻ കാരണം. ഫെയറി തീമും ഞങ്ങൾ ഇടയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്, പക്ഷേ തീമൊന്നും മാറ്റിയിട്ടില്ല, ജസ്റ്റ് ഡ്രസ്സ് മാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ലാസ്റ്റ് കാണും കേട്ടോ ഹൈലൈറ്റിൽ. നിങ്ങൾക്ക് അതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്യുന്നതല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം, മീൻസ് തീമൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പിക്ചേഴ്സൊക്കെ അതിൽ വരും കേട്ടോ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അത് ഒരു ഓപ്ഷനാണ്. അപ്പോൾ തീമിൻ്റെ ഒരു ഇൻസ്പോ ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഇതാണ് ശരിക്കും തീം നമ്മൾ ചൂസ് ചെയ്തത്. ഏകദേശം അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, കാരണം അതിപ്പോൾ ഒരു പുറത്തുള്ള ആൾക്കാർ ചെയ്ത ഒരു ഫംഗ്ഷൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ നമുക്ക് അതേ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത് കേട്ടോ. തീം നമ്മൾ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കേക്ക്, ഇപ്പോൾ തീമിനോട് ചേർന്ന ഒരു കേക്ക് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക. ഞങ്ങളുടെ തീം റെയിൻബോ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റെയിൻബോ വരുന്ന ഒരു റെയിൻബോ സൺഷൈൻ എന്നുള്ള രീതിയിലുള്ളൊരു തീമുള്ള ഒരു കേക്കാണ് കേട്ടോ. ഡബിൾ ടയർ ആയിട്ട് ഒരു കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിപ്പോൾ കേക്ക് നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. ഒന്ന് വന്നിട്ട് ഒരു ഫേക്ക് കേക്ക് താഴെയും മേലെ മാത്രം 1 kg കേക്കും വെച്ചിട്ട് അവർ ചെയ്തുതരും. അധികം പേര് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഒരു വലിയ കേക്ക് പോലെ തോന്നുമെങ്കിലും നമുക്കധികം പ്രൈസ് ഇല്ലാണ്ട് ഒരു ബഡ്ജറ്റിൽ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബേക്കേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ നമുക്കിവിടെ കുറച്ച് ഗസ്റ്റുകൾ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ 2 കേക്കായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതിൽ അവർ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, താഴത്തെ ലെയർ വേണമെങ്കിൽ ഫേക്കായിട്ട് ചെയ്തു തരാമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഓൾറെഡി നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അതിനെ തികയോന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ 2 കേക്കാക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് സെലക്ട് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്ത കേക്കിൻ്റെ ഇൻസ്പോയും ഒറിജിനൽ ഫോട്ടോയും ഞാനിവിടെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞങ്ങളിവിടെ അടുത്ത് ഉള്ള കുറച്ച് ഹോം ബേക്കേഴ്സിനെ സെർച്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം അവരുടെ റേറ്റിംഗും റിവ്യൂസും ഒക്കെ നോക്കിയിട്ട് ഒരാളെ ചൂസ് ചെയ്തു. ആ ആളെ അടുത്തുനിന്നാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ ചെയ്തു. ഞാനൊരു 1 വീക്ക് മുന്നേ പറഞ്ഞു കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഒരു പ്രശ്നം പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കപ്പ് കേക്ക് ഓർഡർ ചെയ്യാൻ മറന്നു കേട്ടോ. ആകെ കേക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ കപ്പ് കേക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കേക്കിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വിളിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അതും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, പക്ഷെ ഇവരെനിക്ക് ചെയ്തു തന്നു കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഞങ്ങൾക്ക് അവർ ആ സമയത്ത് ഞങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ട് തന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിട്ടോ. കാരണം ഇത്രയും തിങ്സിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നടക്കുകയെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ കേക്ക് പുറത്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുവരെ നമ്മളെ ഫ്രിഡ്ജിലിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അവർ ഒന്നാമത് ട്രാവൽ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊന്ന് ഒരു മെൽറ്റ് ആവുന്ന പോലെ ആയിട്ടുണ്ടാവും. ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഭയങ്കര പണിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് രാത്രി വരെ നമുക്ക് ഭയങ്കര വർക്കായിരുന്നു. എന്നിട്ട് അന്ന് രാവിലെ 4 മണിക്കാണ് ഞങ്ങൾ ഉറങ്ങി. എണീച്ചപ്പോഴേക്കും 11 മണിയുണ്ടായിരുന്നു. അങ്ങനെ ആ 11 മണിക്കാണ് ഞങ്ങൾ എല്ലാ സാധനം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോയിട്ട് ഗ്രൂമിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഏൽപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് മുടി വെട്ടാൻ പോയിട്ടോ. കിച്ചോടെ മുടി വെട്ടിയിട്ടില്ല, ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കോമഡി ആയിരുന്നു. അപ്പം ഞാൻ വാവൻ്റെ ഡ്രസ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അതിന് നമുക്ക് ബോക്സ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ബോക്സിൽ കൊടുക്കുമ്പോൾ എനിക്കും ബോക്സിൽ കൊടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലാണ് തപ്പിയിട്ട് ഒരു ബോക്സും കിട്ടുന്നില്ല. അവസാനം ഞങ്ങൾ പുറത്തുപോയ സമയത്ത് ഒരു കടയിൽ നിന്ന് ഒരു പെട്ടി കിട്ടിട്ടോ. പക്ഷെ ആ പെട്ടീൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് ബോറായിരുന്നു. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം ഒരു ബോക്സ് മാത്രം വെച്ചിട്ട് അടപ്പ് വെക്കാണ്ട് ഗിഫ്റ്റ് പേപ്പർ വെച്ച് റാപ്പ് ചെയ്തെടുത്തു. കാണുമ്പോൾ പെട്ടി പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോറുമില്ല. അത് അങ്ങനെയാക്കി എടുത്തു. ഞങ്ങൾ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ബേബീൻ്റെ തലയിൽ വെക്കാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചാൽ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വെച്ച് തലയിൽ വെച്ചാൽ മതിയല്ലോ, ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വലിയ കാര്യമാക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ അപ്പം ആ സമയത്ത് ഒന്നും കണ്ടില്ല കേട്ടോ. ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒന്നും കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു വെച്ചോണ്ട് തന്നെ അപ്പം
ഇരുന്ന് ഉണ്ടാക്കി. ആ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഹെയർ ബോ ആണ് കേട്ടോ വാവ വെച്ചേക്കുന്നത്. എന്തായാലും അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പിന്നെ അതിന് ശേഷം നമുക്ക് വെൽക്കം ബോർഡൊക്കെ സെറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതും അന്നാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഞങ്ങൾ ഭയങ്കര ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു ആ വീക്ക്. മുന്നേ അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര ബിസി ആയതുകൊണ്ട് അപ്പോഴാണ് ചെയ്യുന്നത് വെൽക്കം ബോർഡ്. അങ്ങനെ വെൽക്കം ബോർഡ് കിച്ച് വേഗം എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നു. എന്നിട്ട് നമ്മൾ പ്രിന്റ് എടുപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താങ്ക് യു കാർഡ്, ഈ സ്വീറ്റ്സിന്റെ കൂടെ വെക്കുന്ന താങ്ക് യു കാർഡും പ്രിന്റ് ചെയ്യാണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ താങ്ക് യു കാർഡ് കേട്ടോ. വാവന്റെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്ത ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു താങ്ക് യുവിൻ്റെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അതിൻ്റെ ബാക്കിൽ 2 സ്വീറ്റ്സ് ക്ലിപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ചെയ്യാം. ഇതിൻ്റെ കൂടെ സ്വീറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ വരുമല്ലോ. അപ്പം ആ സ്കൂളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വല്ല റേസറോ പെൻസിലോ അങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് ഓൾറെഡി ഓർഡർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി പോഷാക്കണമെങ്കിൽ അതേപോലെ ചെയ്യും. പിന്നെ നമ്മൾ റെൻ്റ് എടുത്ത സാധനങ്ങൾ നിലത്ത് ഇട്ടിരിക്കുന്ന ഒരു റെഡ് തുണിയാണ് കേട്ടോ. ആ റെഡ് കാർപ്പറ്റ് നമ്മൾ റെൻ്റ് ചെയ്തതാണ്. അതും കൂടി വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ടേബിൾ റെൻ്റ് ചെയ്താണ്. പിന്നെ നിയോൺ ലൈറ്റില്ലേ ഹാപ്പി ബർത്ത്ഡേ, അത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടിയിട്ടാണ് ഓൾറെഡി വന്നത്. പക്ഷെ അത് ബർത്ത്ഡേയും കൂടിയല്ല, ഹാപ്പി ആനിവേഴ്സറിയാണ് വന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടോ എനിക്ക്. കാരണം നിങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കുള്ള സാധനം കിട്ടണം എന്നില്ല. ആ സമയത്ത് നമ്മൾ പുറത്ത് റെൻ്റ് എടുക്കേ വഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്നുള്ള കാര്യങ്ങൾ ഭാഗ്യത്തിന് കിട്ടി. അതാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, ഭാഗ്യത്തിന് കിട്ടിയത്. കാരണം ലാസ്റ്റ് ടൈമിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ തീം മാറ്റാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് തീം മാറ്റാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വിളിച്ചു ചോദിച്ചു, അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ അതും റെൻ്റ് ചെയ്തു. പിന്നെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലിട്ട് ആ കർട്ടൻസ് ഒക്കെ റെൻ്റ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ റെൻ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ആദ്യം റെൻ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ നിയോൺ ലൈറ്റ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്നത് ഇച്ചിരി എന്താ വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ പൊട്ടിയിട്ട് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും വരിക. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് റെൻ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എടുത്തതിന് ഒരു 350 റുപ്പീസാണ് റെൻറ്റ് ചാർജ് വന്നത്. ഓൺലി നിയോൺ ബോർഡിന് മാത്രം ഒരു 350 റുപ്പീസാണ് വന്നത്. ബാക്കിയുള്ളതിനൊക്കെ വേറെ റേറ്റ് ആണ് കേട്ടോ. ടേബിളും ടേബിൾ ക്ലോത്തും റെൻ്റ് ചെയ്താണ്. അതിൻ്റെ മേലെ വിരിച്ചിരിക്കുന്ന ഈ ഒരു പിങ്ക് തുണി വന്നിട്ട് നമ്മൾ ഓൾറെഡി മുന്നേ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് സാറ്റിൻ തുണിയാണ് കേട്ടോ. അതിന് മീറ്ററിന് ഒരു 40 റുപ്പീസൊക്കെ അത്രേ വരുള്ളൂ. ടേബിൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ടെസൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിനൊരു 500ൻ്റെ ഉള്ളിൽ തന്നെ റേഞ്ച് വരുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ റേറ്റൊക്കെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ ഷീറ്റായിട്ടാണ് കിട്ടുക. നമ്മളത് മടക്കി ഒരു ടെസൽ പോലെ ആക്കിയിട്ട് വേണം അവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിടാം. പിന്നെ 1 എന്നുള്ളൊരു കട്ടൗട്ട് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലൈറ്റ് കത്തുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാനൊരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ വെച്ചു. പിന്നെ വേറെ 2 സാധനങ്ങളോട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു അറേബ്യൻ ലൈറ്റ് പോലത്തെ. അപ്പോൾ അത് പക്ഷേ ഈ തീമിനോട് അങ്ങ് മാച്ച് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എടുത്ത് കളഞ്ഞു കേട്ടോ. ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്, പക്ഷെ അത് തീമിനോട് അത്ര ശരിയാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കളഞ്ഞു. പിന്നെ ഈ ടേബിളിൻ്റെ മുന്നിൽ ടെസൽ പോലത്തെ ഒരു സംഭവം വെച്ചു. പേപ്പർ ടെസലാണ് കേട്ടോ. അതിങ്ങനെ ഒരു പേപ്പറായിട്ട് നമുക്കിങ്ങനെ വരും. അത് നമ്മളിങ്ങനെ ചുരുട്ടി ഒരു ടെസൽ പോലെ ആക്കിയിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇവരെയാണ് കേട്ടോ ഏൽപ്പിച്ചത്. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരതൊക്കെ ചെയ്തു തന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഞാനിതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരതേപോലെ ചെയ്തു കേട്ടോ. ഫുള്ള് ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം കുറച്ചുകൂടി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അതേപോലെ ഫംഗ്ഷൻ തുടങ്ങണമല്ലോ. ഞാനങ്ങനെ റെഡി ആയിട്ട് പോലും ഇല്ല, ഡ്രസ്സിട്ട് വേഗം വന്നേ. അവർ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്തു കേട്ടോ. എല്ലാവരും അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബലൂൺ സെറ്റ് ചെയ്യുക. ആദ്യം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോയില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും അതിൻ്റെ ലാസ്റ്റാണ് കേട്ടോ ബലൂൺ ഇറക്കുന്നത്. അങ്ങനെ കിച്ചും അപ്പും എല്ലാവരും കൂടെ പിടിച്ചിട്ട് കൊണ്ടുവരാണ് കേട്ടോ. നമ്മൾ ആദ്യം ബലൂൺ റിബണിൽ കെട്ടിവെച്ച ബലൂണാണ് കേട്ടോ. ഇപ്പോൾ നോക്കൂ എന്തൊരു ഈസി ഉണ്ട്. നമുക്ക് അവിടെ വന്ന് കെട്ടേണ്ട ഒരാവശ്യമില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊരു ഈസി പരിപാടിയായിട്ട് തോന്നില്ലേ? ഞാൻ വേണം ഇതിന് വോയിസ് ഇടാം കേട്ടോ. എല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ, ഇങ്ങനെ വെക്കണം എന്നുള്ള. ഞാനാണ് മേലെ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, അപ്പുറത്തേക്ക് വെക്കുന്നത്. ഞാനാണെങ്കിൽ ബേബീൻ്റെ തലയിൽ വെക്കുന്ന ഹെയർ ആക്സസറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവർ താഴെ വെക്കണമെന്നിങ്ങനെ ഭയങ്കര അഭിപ്രായം. ഞാനപ്പോൾ മേലെ നിന്ന് അങ്ങനെ വെക്കുക, ഇങ്ങോട്ട് വെക്കുക, അപ്പുറത്തേക്ക് വെക്കുന്നൊക്കെ പറയും. ഫുള്ള് കോമഡി.
എന്തായാലും എല്ലാവരും ഒത്തൊരുമയായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ഇതേപോലത്തെ എന്തെങ്കിലും പരിപാടികളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഇതേപോലെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ബലൂണൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കേക്ക് കൊണ്ടുവന്നു, അവിടെ വെച്ചു, എല്ലാവരും വിളിച്ചു, സെറ്റ് ചെയ്തു, ബേബീനെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിന് എന്തെങ്കിലും ഒരു ഇത് വേർത്താണോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളുടെയും സഹായം ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാവും, എന്നാൽ പോലും നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് കേട്ടോ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കറക്കി അങ്ങ് എടുക്കുക, എല്ലാവരും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കിച്ചുവാണ് ഇതിൻ്റെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെ ബേബി ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അത് അവളുടെ അമ്മമ്മ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ അവരാദ്യം കട്ട് ചെയ്തത്. അവൾക്കാണെങ്കിൽ കേക്ക് തിന്നാൻ വേണ്ടി കുത്തിയിട്ട് വയ്യ. ഷീ വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ തലയിൽ വെച്ച സാധനം കണ്ടില്ലേ, ഇതാണ് കേട്ടോ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയ സാധനം. എന്താ പറയുക, ഒരു 5 minutes കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സാധനമാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ താങ്ക് യു കാർഡ് അവർക്ക് കൊടുക്കും. ഇനി നിങ്ങൾ കുറച്ചു നേരം ഫംഗ്ഷന്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ കാണാം. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമ്മൾ സ്നാക്സ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ സെർവ് ചെയ്തത് കട്ട്ലറ്റും കേക്കും കോഫിയാണ് കേട്ടോ. അപ്പൊ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്കത് നിങ്ങളുടെ മെനു പോലെ ചൂസ് ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. ഒന്ന് ഞങ്ങളുടെ വകയും ഒന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മേൻ്റെയും, അതായത് കിച്ചുവിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വകയാണ് കേട്ടോ. അങ്ങനെ 2 ഗിഫ്റ്റ് അവൾക്ക് നമ്മൾ സീൽ വെച്ച് കൊടുത്തു വിടുകയാണ് കേട്ടോ.
സീൽ വെച്ച് കൊടുത്തിടാം, കയറ്റി വിട്ടോ, അക്സെപ്റ്റഡ്. അപ്പോഴത്തേക്കും അമ്മ വന്നിട്ട് അമ്മയ്ക്കാണെങ്കിൽ ആ ബട്ടർഫ്ലൈ വിങ്സ് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത രീതിയിലാണ് കൊണ്ടുതരുന്നത്. ഇത് വെക്കി എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഇതിലൊന്ന് ഫോട്ടോ എടുത്ത് തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ബേബിൻ്റെ ഫ്രോക്ക് വന്നിട്ട് മിന്ത്രയെന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു യൂണിക്കോൺ തീമിലുള്ള ഡ്രസ്സാണ് കേട്ടോ അത്. ഈ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഡ്രസ്സ് ഇടാൻ പോയിട്ടോ. അപ്പോഴേക്കും ഗസ്റ്റൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഈവനിങ് ആയല്ലോ, നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ഇത് അവളുടെ ഗിഫ്റ്റാണ് കേട്ടോ, അത് ഇവരാണ് വലിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്തു. അതൊരു പേർപ്പിൾ കളറാണ് കേട്ടോ. അത് ആ ബട്ടർഫ്ലൈ വിങ്സും അതിന് ചേർന്ന രീതിയിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. ബട്ടർഫ്ലൈ വിങ്സ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഡ്രസ്സ് വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈയിൽ നിന്നുമാണ് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അവൾക്ക് തീരെ താല്പര്യമില്ല ഡ്രസ്സൊന്നും ഇടാൻ, കാരണം കുറേ നേരമായില്ലേ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വിടാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആണ് നമ്മൾ ഡ്രസ്സ് ഇടിക്കുന്നത് കേട്ടോ. അപ്പോൾ ബെറ്റർ നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ ഒറ്റ ഡ്രസ്സിൽ തന്നെ നിങ്ങൾ തീർക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ സെക്കൻഡ് ഡേ ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ 3 or 4 ഡ്രസ്സ് ഉണ്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമ്മൾ കുട്ടീനെ കൊണ്ട്, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് നമ്മൾ പുഷ് ചെയ്ത് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഫസ്റ്റ് നിന്ന് കണ്ടല്ലോ അല്ലേ, ഇറിറ്റേറ്റ് ആയത് കരഞ്ഞ ദിവസമാണ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസവും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോയും ഈ ഡെക്കറേഷനും കഴിക്കുന്ന വീഡിയോയും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ കിടന്ന് കുമ്പനടിച്ചു കേട്ടോ. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഫോട്ടോ എങ്കിലും വേണ്ടേ. അങ്ങനെ അവളെയൊക്കെ പിടിച്ച് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒപ്പിച്ചു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് അധികം നിന്നില്ല, പിന്നെ ടാറ്റിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഓരോരുത്തരുടെ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് ആക്കും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു സംഭവത്തിന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളവളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഓരോ കുട്ടികളുടെ വാശി പോലെ ഇരിക്കും ഫോട്ടോസൊക്കെ കിട്ടാൻ. എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പിന്നെ ഇറിറ്റേറ്റഡ് ആയി. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു കേട്ടോ. ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിട്ടോ. ചിലതൊക്കെ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നടത്താൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്തൊക്കെ നോട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആരും കമൻറ്റ് ചെയ്യാണ്ടിരിക്കണ്ട. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയില്ലേ, കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സും മിസ്സിംഗ് ആണ്. എനിക്ക് എന്താ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പോലും മറന്നു പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ തിരക്ക് കാരണം ലേറ്റാക്കി ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടിയത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളതിന് ഈ ഒരു വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് കേട്ടോ. എനിക്കിനി ഇതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മളെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡ്രസ്സിൻ്റെ ഫോട്ടോഷൂട്ടും പിന്നെ ഡെക്കറേഷൻ കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളും പിന്നെ ഒരു നെക്സ്റ്റ് ഡേ ഓഫ് ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും അടുത്ത വീഡിയോൻ്റെ അപ്ലോഡ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാം, ഇനിയും ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ഇത് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാണ്ട് ആർക്കും ഇഷ്ടമല്ലാണ്ട് നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ എനിക്ക് ഇനിയും വീഡിയോ ഒക്കെ ഇടാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കുറവാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ അത്രയും ലേറ്റ് ആക്കിയിട്ട് ഇടുന്നത്. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.